എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു മീൻ കറി വെക്കാം. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ വെക്കുന്നതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം കടുകെണ്ണ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ മീൻ റോഹുവാണ്. ഇത് നന്നായിട്ട് വിനാഗിരി ഉപ്പ് ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് ഈ കറി ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഇതൊരു 15 മിനിറ്റ് നേരത്തോളം ഇരുന്നതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. ബംഗാളികൾ ഫിഷ് കറി വെക്കുമ്പോൾ എപ്പോഴും മീൻ വറുത്തിട്ടാണ് തയ്യാറാക്കുന്നത്, അല്ലാതെ പച്ചയ്ക്ക് അവരിടാറില്ല. നമുക്കങ്ങനെ തന്നെ തയ്യാറാക്കാം. അതായത് മഞ്ഞൾ പൊടിയെല്ലാം പുരട്ടി വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ മീന് മാരിനേറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പഴുത്ത തക്കാളി ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് കടുകാണ്. ഈ സ്പൂണിന് നിറച്ച് 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ജീരകം, ഈ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഉലുവ നമ്മൾ മുഴുവനോടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അരയത്തില്ല, അതുകൊണ്ടാണ് പൊടി എടുത്തിട്ടുള്ളത്. പൊടിയില്ലെങ്കിൽ മുഴുവനോടുള്ള ഉലുവ ഇട്ടാലും കുഴപ്പമില്ല. വെളുത്തുള്ളി സ്വല്പം ഏറെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ. ഇത് അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മീനും മാരിനേറ്റായിട്ട് വരും. നമ്മുടെ മസാല നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ കടുകെണ്ണയുടെ ആ കുത്തൽ സ്വാദ് വരത്തില്ല, സ്വാദ് വ്യത്യാസവും വരത്തില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ അല്ലാതെ ബംഗാൾ, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ ഉള്ളവർ കറികൾ വെക്കുന്നത് കടുകെണ്ണ വെച്ചിട്ടാണ്. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളതൊന്ന് ട്രൈ ചെയ്യാം. അത് നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് കടുകെണ്ണയിൽ വെക്കുന്നത്. നമ്മുടെ പാത്രം ചൂടായി, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറുത്തെടുക്കേണ്ടത് കൊണ്ട് നമുക്ക് സ്വല്പം കൂടുതൽ എണ്ണ ഒഴിക്കാം. മീൻ ഏകദേശം ഒരു 75-80% നമുക്ക് വറുത്തെടുക്കണം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് പുക വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി ഇതാ പുക വരുന്നത് കണ്ടോ. ഇപ്പോൾ കടുകെണ്ണയുടെ ആ ഒരു മണം അങ്ങ് മാറി. ചൂടായി വന്നപ്പോഴേ നല്ല മണമായിരുന്നു. ഇപ്പം അതങ്ങ് മാറി. ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മീനൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം മീൻ വറുത്ത് പാകമായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം. ഈ വശം മൂത്തു. ഇതെല്ലാം നമുക്കൊന്ന് മറച്ചിടാം. മീനിൻ്റെ ഒരു വശം മൂത്തു, നമ്മൾ മറിച്ചിട്ടു. ഇനി ഈ വശം അടുത്ത വശവും കൂടെ മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 1-2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ മീനൊന്ന് മൂത്ത് വന്നു. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം.
നമ്മുടെ മീനെല്ലാം വറുത്തെടുത്ത് വെച്ചു. മീൻ വറുത്ത എണ്ണ കുറച്ചുണ്ട്, നമുക്ക് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് അരച്ചെടുത്തത്. ഇതിനകത്തെ വെള്ളമയം എല്ലാം പോയി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മസാല നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെള്ളമയമെല്ലാം പറ്റി ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി നല്ലൊരു കളർ വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയും നന്നായിട്ട് മൂത്തു, കളറൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. മീൻ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണല്ലോ വറുത്തെടുത്തത്. പിന്നീട് വേണ്ടത് മുളക് പൊടി. ഇത്രയും മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മതി. മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറി. ഇനി നമ്മൾ മിക്സിയെ ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ ഈ മസാലയൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീനിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ മസാലയുടെ വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച്, ഞങ്ങൾക്ക് അധികം പുളി വേണ്ടാത്തത് കൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. പുളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കണം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം മീനും എല്ലാം ഇട്ട് വെന്ത് ചാറ് കുറുകി വരുമ്പോഴത്തേക്ക് ഒരുപാട് ഗ്രേവി അങ്ങ് കുറുകി പോകും. ഇത് ചോറിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മാറ്റിക്കൊണ്ട് അടച്ചു വെക്കാം. അടച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കഷ്ണം അടുക്കി പിടിക്കാതെ. എന്നിട്ട് നമുക്കൊരു 5-8 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഇപ്പോഴാ
ഏകദേശം ഒരു 5-8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല കറക്റ്റായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്വല്പം ഗരം മസാല, ഒരു ഞുള്ള് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം ഗ്രേവിയൊക്കെ കണ്ട് നല്ല കുറുകിയ ഗ്രേവി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കറിയെ. ഞാനൊന്ന് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊരു സ്വല്പത്തിൻ്റെ കുറവുണ്ട്. ഇത്രയും ഉപ്പ് ഇത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കറിയെ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും കടുകെണ്ണയ്ക്കകത്ത് മീൻകറി തയ്യാറാക്കി നോക്കണം. കടുകിൻ്റേതായിട്ടുള്ള യാതൊരു ചൊവയോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.